കിച്ചും അതുപോലെ തന്നെ രേണുവും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങൾ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കിച്ചു രേണുവിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കുറച്ച് ആരോപണങ്ങളൊക്കെ വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കണക്ക് തനിക്ക് ഇതേ കണക്ക് രേണു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്നതിന് താല്പര്യമില്ലായിരുന്നു, അത് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം പോയി കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണു അതിന് മറുപടിയായിട്ട് ഈ സമയത്ത് പോലും എന്നെ വെറുതെ വിടുന്നില്ല കിച്ചു. അതുപോലെ തന്നെ കുറേയധികം പേര് ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒട്ടും വയ്യാതിരിക്കുകയാണ്, എന്നിട്ട് പോലുമാണ് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം കിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് വീട് വെക്കാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് ഉണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചു നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, കിച്ചുവിൻ്റെ കുറേയധികം കാര്യങ്ങൾ എനിക്കറിയാം, അവനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പോലീസൊക്കെ എന്നെ കോൺടാക്റ്റ് വരെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ഞാൻ പുറത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവി ഓർത്തിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതുമായിട്ട് രേണുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനെല്ലാം തുറന്ന് പറയുന്നു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ബിഷപ്പിനെതിരെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ അടുത്ത് ഇതാണ് ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതേ കണക്ക് ബിഷപ്പ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുടെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതിന് സായി പറഞ്ഞൊരു കാര്യം, ഇയാളെയൊക്കെ ചാട്ടവാറിന് അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്, ഇയാളൊക്കെ ഒരു ബിഷപ്പാണോ ഇതിൻ്റെ ഇടയിൽ, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പ്രതികരിച്ചാണ് ഇപ്പം ബിഷപ്പ് വന്നിട്ടുള്ളത്. ഞാനുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രേണുവിനെ ഇതേ കണക്ക് ബുദ്ധിമുട്ടിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്, അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ കിച്ചുമായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതും. ഇതൊക്കെ കുറേയധികം സോഷ്യൽ മീഡിയ ആൾക്കാർ എനിക്കെതിരെ ആവശ്യമില്ലാതെ ആരോപണങ്ങൾ വെക്കുവാണ്, ഞാൻ എന്തായാലും നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് കൂടിയാണ് ഇപ്പം ബിഷപ്പ് പറഞ്ഞിട്ടുള്ളത്.